ഇന്ത്യക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ ചില ക്രിമിനൽ ഉദ്യോഗസ്ഥരെന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. ഈ ക്രിമിനൽ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകുന്നു. പ്രശ്നങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചു നിജറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം കുറ്റപ്പെടുത്തിയത് ട്രൂഡോ അടുത്തിടെ പിൻവലിച്ചിരുന്നു. ഇതെല്ലാം ഉദ്യോഗസ്ഥരുടെ മേൽ കെട്ടിവെക്കുകയാണ് ജസ്റ്റിൻ ട്രൂഡോ ഇപ്പോൾ. Well, first of all, we have seen, unfortunately, that criminals leaking top secret information to the media has consistently gotten those stories wrong. That's why we had a national inquiry into foreign interference that has highlighted that the criminals leaking information to media outlets are unreliable on top of being criminal. In terms of the issue, let me just repeat that my primary job as a Canadian leader is to keep Canadians safe. And everything we have done over the past years in multiple difficult situations is to put the emphasis on keeping Canadians safe here at home across the country and making sure we're standing up for the rule of law. We will always do that. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, ട്രൂഡോയുടെ നിലവിലെ ഈ ഒരു നിലപാട് മാറ്റത്തെ എങ്ങനെ വിലയിരുത്താം? വിഷ്ണു, തീർച്ചയായും ഈ നിലപാടിനെ വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ എസ് ജയശങ്കറിനും അതുപോലെ അജിത് ഡോവലിനും ഈ കുറ്റകൃത്യത്തിൽ അല്ലെങ്കിൽ നിജറുടെ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന രീതിയിലുള്ള നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഗ്ലോബൽ മെയിൽ എന്ന് പറയുന്ന ഒരു കാനഡ ആസ്ഥാനമായ ഒരു പത്രം തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഈ വാർത്തകൾക്ക് ആധാരമായി ലഭിച്ചത് ചില ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളാണ് എന്നാണ് ഇപ്പോൾ കാനഡ പറയുന്നത്. കാനഡ ഇക്കാര്യം തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. അതായത് പ്രധാനമന്ത്രിക്കും എസ് ജയശങ്കറിനും അജിത് ഡോവലിനുമൊക്കെ ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന നിലപാട് അല്ലെങ്കിൽ ആ ഒരു വാർത്ത തന്നെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു വാർത്ത വരാനുണ്ടായ അടിസ്ഥാന കാരണം ചില ഉദ്യോഗസ്ഥരാണ്. ചില ഉദ്യോഗസ്ഥർക്ക് ഒരു ക്രിമിനൽ സ്വഭാവമുണ്ട്. ക്രിമിനൽ സ്വഭാവമുള്ള ഉദ്യോഗസ്ഥർ അവരുടെ ചില വ്യക്തിപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം വിവരങ്ങൾ, വളരെ സീക്രട്ടായ വിവരങ്ങൾ, ഇൻ്റലിജൻസ് വിവരങ്ങളൊക്കെ പല മാധ്യമങ്ങൾക്കും ചോർത്തി നൽകുകയാണ്. ഈ ചോർത്തി ലഭിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ചോർത്തി ലഭിക്കുന്ന വാർത്തകളെല്ലാം തന്നെ അല്ലെങ്കിൽ ആ വിവരങ്ങളെല്ലാം തന്നെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായും ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുമ്പോൾ ഈ പരസ്പരമുള്ള ധാരണകളെല്ലാം തന്നെ തകർക്കപ്പെടും. ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ഉദ്യോഗസ്ഥർ, അതായത് തൻ്റെ ഉദ്യോഗസ്ഥരെ കൃത്യമായി ക്രിമിനൽ എന്ന് തന്നെ അദ്ദേഹം വിളിക്കുകയായിരുന്നു. അത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ രാജ്യത്തിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാജ്യവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നു. സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളോട് അല്ലെങ്കിൽ പൊതുവേദിയിൽ വളരെ കൃത്യമായി പറയുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലൊരു പ്രശ്നം, അതായത് നിജറുടെ കൊലപാതകത്തിൽ ഭാരതത്തിന് പങ്കുണ്ട് എന്നൊരു ആരോപണം കാനഡ മുന്നോട്ട് വെച്ചതോടുകൂടി ഭാരതവുമായുള്ള ബന്ധം പൂർണ്ണമായും നയതന്ത്ര ബന്ധം തകരുകയായിരുന്നു. നിരവധി തരത്തിലുള്ള നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്തു. ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുക, ഹൈക്കമ്മീഷണർമാരെ തിരിച്ചു വിളിക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഇരു രാജ്യങ്ങളും പരസ്പരം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ തുടർച്ചയായി ബന്ധങ്ങൾ വഷളാവുന്ന ഒരു സാഹചര്യം, ഫ്രീ ട്രേഡും അതുപോലെ തന്നെ പല വിഷയങ്ങളിലുമുള്ള ബന്ധങ്ങൾ ഒന്നൊന്നായി കുറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ശക്തമായ നിലപാട് കാനഡയ്ക്കെതിരെ ഭാരതം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അതീവ ഗൗരവതരമായ വിഷയങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത്. നമുക്കറിയാവുന്നതാണ്, ഇൻ്റലിജൻസ് വിവരങ്ങളെ തെളിവുകളായാണ് ആദ്യം ജസ്റ്റിൻ ട്രൂഡോ വ്യാഖ്യാനിച്ചത്. എന്നാൽ അത് തെളിവുകളല്ല, ഇൻ്റലിജൻസ് വിവരങ്ങൾ മാത്രമാണെന്ന് പിന്നീട് മാറ്റി പറഞ്ഞു. പാർലമെൻറ്റിലും ഇൻ്റലിജൻസ് വിവരങ്ങൾ എന്നതിന് പകരം തെളിവുകൾ എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. ഇത് മാറ്റി പറയുകയായിരുന്നു, അത് ഇൻ്റലിജൻസ് വിവരങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞു. അത്തരത്തിൽ തുടർച്ചയായി ഓരോ നിലപാടുകൾ എടുക്കുകയും അത് പിൻവലിക്കുകയും പിന്നീട് ഇപ്പോൾ പിൻവലിച്ച നിലപാടിൻ്റെ അടിസ്ഥാനപരമായി അത് ഉണ്ടാകാനുള്ള കാരണം ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ചില നിക്ഷിപ്ത താല്പര്യങ്ങളാണ് എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുകയാണ് ജസ്റ്റിൻ ട്രൂഡോ ഇപ്പോൾ ചെയ്യുന്നത്. ഐസനൊപ്പം എടുത്തു പറയേണ്ടത് ഒരുപക്ഷേ ഇത്തരത്തിൽ ഈ ഒരു നിലപാട് മാറ്റത്തിലും ഈ ഉദ്യോഗസ്ഥരെ പഴിചാർന്ന വിഷയത്തിലുമൊക്കെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒരു അന്വേഷണത്തിന് ജസ്റ്റിൻ ട്രൂഡോ തയ്യാറാകുമോ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. നമുക്കറിയാം, കാനഡയിലെ ഹിന്ദു ക്ഷേത്രത്തിൽ ഉൾപ്പെടെ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലും അതിനെ അപലപിച്ചെങ്കിൽ കൂടിയും അത്തരം കാര്യങ്ങളിലൊന്നും ഒരു അന്വേഷണത്തിന് ജസ്റ്റിൻ ട്രൂഡോ തയ്യാറായിരുന്നില്ല. ഒരുപക്ഷേ ഇപ്പോൾ ഈ സംഭവത്തിൽ പോലും ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു അന്വേഷണത്തിന് തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്.
തീർച്ചയായും അന്വേഷണത്തിന് തയ്യാറാകുമോ എന്ന ചോദ്യം കൃത്യമായി ഉയരുന്നുണ്ട്. മാത്രമല്ല അന്വേഷണത്തിന് അന്വേഷണം നടത്തുകയല്ലാതെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ് കുറ്റകൃത്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ബന്ധങ്ങളെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള രേഖകൾ ചോർത്തി നൽകുന്നതൊക്കെ വലിയ കുറ്റകൃത്യങ്ങളാണ് കാനഡയിൽ. അതുകൊണ്ട് തന്നെ ക്രിമിനൽ എന്ന ടേം തന്നെ വളരെ കൃത്യമായി ആ ടേം തന്നെ അദ്ദേഹം ഉപയോഗിച്ചതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. ക്രിമിനലുകൾ എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ നടപടികൾ എടുക്കുന്നതിന് അന്വേഷണം അനിവാര്യമാണ് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അന്വേഷണം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ് ഭാരതവുമായുള്ള ബന്ധം എല്ലാ തരത്തിലും തകർന്നുകൊണ്ടിരിക്കുമ്പോഴും വിട്ടുവീഴ്ചയില്ലാത്ത ആ ഒരു നിലപാട് കാനഡയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നമുക്കറിയാം ഇത്തരത്തിൽ ആക്രമണം നടന്ന ടൊറൻറ്റോയിലെ ക്ഷേത്രത്തിന് നേരെ നടന്ന ആക്രമണങ്ങൾ ഉണ്ടായപ്പോഴും അതുപോലെ തന്നെ കോൺസുലർ ക്യാമ്പുകൾ നടത്തുന്ന സാഹചര്യത്തിലും ഒന്നും തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. കോൺസുലർ ക്യാമ്പുകൾക്കെതിരെ ഖാലിസ്ഥാൻവാദികൾ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു, കോൺസുലർ ക്യാമ്പിൽ എത്തുന്നവരെ ആക്രമിക്കുന്നു. അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ സുരക്ഷ ഒരുക്കണമെന്ന ഒരു ആവശ്യം ഭാരതം മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഒട്ടും അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാതിരിക്കുക, അത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങളിലെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ഈ ക്രിമിനൽ സംഘം എന്ന വ്യാഖ്യാനം കൂടി അത്തരത്തിൽ വിസ്മൃതിയിലാണ്ട് പോകുന്ന ഒരു സൂചനയാണ് നമുക്കിപ്പോൾ ഉള്ളത്. എന്തു തന്നെയായാലും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്ന് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഏത് രീതിയിലാണ് ഈ വാർത്തകൾ സംബന്ധിച്ചുള്ള കൂടുതൽ സംഭവവികാസങ്ങൾ ഉണ്ടാകുക എന്നെല്ലാം കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.